കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകരണ രീതിയിലേക്ക് കടന്നു വരാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം വൈദികർക്ക് പ്രത്യേക അനുമതി കൊടുത്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു വേരിയന്റ് ആക്കി മാറ്റണം. 99-ലെ വിശുദ്ധ കുർബാനയുടെ ഏകീകരണം 4 നൂറ്റാണ്ടെടുത്താണ് ഏതാണ്ട് ഭൂരിപക്ഷ രൂപതകളിലും 34 രൂപതകളിലും പൂർണ്ണമായി നടപ്പാക്കി എന്ന് പറയാനുള്ള മനസ്സാക്ഷി ആർക്കും തന്നെ ഇല്ല. നടപ്പാക്കിയിട്ടുണ്ട്. പല മിഷൻ രൂപതകളും ഇപ്പോഴും പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല എന്നാണ് അവിടെ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ ഇരിങ്ങാലക്കുട രൂപതയിലെ ഏതാനും ചില പള്ളികളിലും ഇപ്പോഴും ഏകീകൃത കുർബാന അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജനാഭിമുഖ കുർബാന മാത്രമേ ചൊല്ലൂ എന്ന് വാശിയുള്ള വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും എങ്ങനെ കുർബാന ചൊല്ലിയാലും പ്രശ്നമുള്ളവരല്ല എന്നുള്ളത് കൊണ്ട് സീറോ മലബാർ സഭയിലെ മുഴുവൻ വൈദികരെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനാഭിമുഖക്കാർക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേക ഡിസ്പെൻഷൻ കൊടുക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന വൈദികരെ മറ്റു രൂപതകളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് പുനർവിന്യസിക്കണം. ആരാധനക്രമ ഏകീകരണ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് ആരാധനക്രമ വിഷയത്തിൽ ഇരുപക്ഷത്തും നിൽക്കുന്നവരിലൂടെ സഭാവിരുദ്ധ വിധ്വംസക ശക്തികൾ കടന്നു വരുന്നത് തടയുവാൻ ഇത്തരം ഒരു വിവേകപൂർണമായ തീരുമാനമാണ് ഉടനടി സഭയിൽ ഉണ്ടാവേണ്ടത്. ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചിലർക്കെങ്കിലും സഭയുടെ വിശുദ്ധ കുർബാന ലഭ്യമാകുന്നില്ല എന്നുള്ള പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ ഉണ്ടായാലും സഭ ശത്രുക്കൾക്ക് അഴിഞ്ഞാടാനുള്ള ഇടമായി ആരാധനക്രമ ഏകീകരണ തർക്കം നിമിത്തമാകരുത് എന്നുള്ളത് കൊണ്ടാണ് നിലപാട് പറയുന്നു എന്നുള്ളത് മാത്രം. ജനാഭിമുഖ കുർബാന വേരിയന്റായി എറണാകുളത്തിന് അനുവദിച്ചു കൊടുത്താലും വചനപീഠം അടക്കമുള്ള ക്രമീകരണങ്ങളിലൂടെ മാത്രമേ അർപ്പിക്കുവാൻ അനുവാദം കൊടുക്കാവുകയുള്ളൂ. സഭയിലെ ശാശ്വത സമാധാനത്തിനായാലും സഭയുടെ നന്മയ്ക്കായാലും ഇത് തന്നെയായിരിക്കും നല്ലത്.